അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ അടുത്തൊരു യാത്രയിൽ ഒരു കാറും ഒരു ബൈക്കും തമ്മിൽ ചെറിയൊരു പരസ്പരമുണ്ടായി. അത് വലിയ അപകടമില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ പരസ്പരം പറഞ്ഞ് ശാസിച്ച് രണ്ട് കൂട്ടരെയും പറഞ്ഞയച്ചു. ആ പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ കാറിന്റെ ബാക്കിലുള്ള സ്ക്രീനിൽ ഒട്ടിച്ച പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ ആയത്താണ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. പിന്നീട് ശ്രദ്ധയിൽ ഒരുപാട് വാഹനങ്ങളിൽ പുതിയതായി സ്റ്റിക്കറായി പലയിടങ്ങളിലും ഒട്ടിച്ചതായിട്ട് ഇത് കാണാം. അത് ഓർമ്മ വന്നൊരു കാര്യം, ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന 4 പേരും മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആക്സിഡന്റ് പോലും ചെറിയ രൂപത്തിൽ ഉണ്ടാകാനും അവസാനം ആളുകൾ ശാസിച്ചു വിടാനുള്ള കാരണം. ഈ സമയത്ത് 2 കാര്യം ഓർമ്മ വരണം. ഒന്നാമത്തെ കാര്യം, ഒരു ട്രെൻഡിനനുസരിച്ച് എല്ലാ വാഹനങ്ങളിലും ഇത് കാണുന്നതായിട്ട് കാണാം. പരിശുദ്ധ ഖുർആനിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഖുർആനിനെ മലിനമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പം വാഹനങ്ങളിൽ ഒട്ടിക്കുന്ന അധികം ഇങ്ങനത്തെ സ്റ്റിക്കറും നമ്മൾ പിന്നീട് നോക്കിയാൽ കാണാം. അവിടെ ചളിയായിട്ടുണ്ടാവും, പൊടിയായിട്ടുണ്ടാവും, ചിലപ്പോൾ ജന്തുജാലങ്ങൾ അവരുടെ മലമൂത്ര വിസർജനം വരെ നടത്തിയിട്ടുണ്ടാവും. സത്യത്തിൽ ഇസ്ലാമികമായി ഖുർആനെ തഅലീമു ചെയ്യുന്നതിന്റെ ഏറ്റവും ഗുരുതരമായ തെറ്റാണ് സത്യത്തിൽ ഈ ചെയ്യുന്നതൊക്കെ. നമ്മൾ ചെറുപ്പത്തിൽ ഖുർആന്റെ മുകളിലൂടെ തുപ്പരുത്, ഖുർആൻ മറ്റുള്ള എല്ലാ വസ്തുക്കളെയും മുകളിൽ വെക്കണം, നിങ്ങൾ കാലെടുത്ത് ഖുർആന്റെ മുകളിലൂടെ നടക്കരുത് എന്നൊക്കെ പറയുന്നത് ഖുർആനുള്ള ആദരവാണ്. എന്നാൽ ഇത്തരം സ്റ്റിക്കറുകൾ വഴി നമ്മൾ ചിലപ്പോൾ ഒരു ട്രെൻഡിന്റെ ബാക്കിലാണെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനെ അനാദരിക്കുകയാണ് നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത്. നമ്മൾ തിരുത്തുക തന്നെ വേണം. ചില സ്ഥലങ്ങളിലൊക്കെ കാണാം, അത് കാലക്രമേണ അതിന്റെ പല ഹർക്കത്തുകൾ പോയി, ചിലത് അക്ഷരങ്ങൾ പോയി, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും ലഅരീദന്നക്കും എന്നൊക്കെ ചില സ്റ്റിക്കറുകളൊക്കെ ആയിട്ട് ഉള്ളതായി കാണാം. സഹോദരങ്ങളെ, ഖുർആൻ പോലും, ഒരു ഖുർആൻ കീറിയാൽ പോലും അതൊന്നുകിൽ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യണം. മറ്റുള്ളവർക്ക് മലിനമാക്കുവാനോ അത് പിച്ചി ചീന്തുവാനോ അതിൽ എന്തെങ്കിലും പൊടിപടലങ്ങൾ ഉണ്ടാകുവാനോ വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ മതത്തിലാണ് നമ്മൾ ഒരു ഫാഷന്റെ പിന്നാലെ ഇതുപോലെ പോയി ഖുർആനിനെ സ്നേഹിക്കുകയല്ല. സത്യത്തിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ സ്നേഹമായിരിക്കും, പക്ഷെ ഖുർആനോടുള്ള അനാദരവാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നിട്ട് ആ വാഹനത്തിന്റെ ഉള്ളിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഗുരുതരമായി വിലക്കിയ ലഹരി കുടിച്ച ആൾക്കാരാണ് അത് ഓട്ടുന്നത്. ഇത് എല്ലായിടത്തും ഒരു കല്യാണ സദസ്സിലേക്ക് വരുന്നത് ഇത്തരം വാഹനങ്ങളിലായിരിക്കും. ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പല ആളുകളും ചിലപ്പോൾ ഇസ്ലാമിക വേഷം പോലും ആവില്ല. ചില വാഹനത്തിൽ കാണാം മുകളിൽ ലൈൻ ശക്കർത്തുൽ അസീദന്നക്കും, താഴെ കാണാം ഏതെങ്കിലും തലയോട്ടിയോ ഡേഞ്ചറിന്റെ അടയാളങ്ങളോ മറ്റ് പല ഹറാമിന്റെ ചിഹ്നങ്ങളോ പല സ്റ്റിക്കറുകളും, തോന്നിവാസത്തിന്റെ സ്റ്റിക്കറും, സ്ത്രീകളുടേത് പോലും താഴെ അർദ്ധനഗ്നയായ സ്ത്രീകളുടെ ചിത്രങ്ങൾ പോലും അതിന്റെ താഴെ ഒട്ടിച്ചതായിട്ട് കാണാം. സത്യത്തിൽ നമ്മൾ ഇത്തരം ട്രെൻഡുകളുടെ പിന്നാലെ പോകുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിനെ നമ്മൾ അറിയാതെ അനാദരിക്കുകയാണ് എന്നും, നമ്മൾ അത്തരം സംഗതികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് തുടങ്ങിയ സ്റ്റിക്കറുകൾ പോലും വണ്ടിക്ക് പുറത്തൊട്ടിക്കരുത്, അകത്താകുവാൻ സൂക്ഷിക്കണം എന്നുപോലും പറഞ്ഞിടത്താണ് നമ്മൾ അതിനെ മലിനമാക്കുകയും പൊടിപടലങ്ങളും കാഷ്ടങ്ങളും മുറിഞ്ഞു പോകുന്ന തലത്തിലുമൊക്കെ പുറത്തൊട്ടിക്കുന്ന ഒരു സമ്പ്രദായം കാണുന്നത്. നമ്മളത് ഒഴിവാക്കണം. ഖുർആനോടുള്ള ആദരവ് ജീവിതത്തിലൂടെ കാണിക്കുകയും ആ എഴുതി വെച്ച ആയത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി മാറുക, അതാണ് യഥാർത്ഥത്തിൽ ഖുർആനിനെ ആദരിക്കുന്നത്. അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.